എല്ലാ ഹൈന്ദവ സഹോദരങ്ങൾക്കും നമസ്കാരം. ഇന്നത്തെ കേരളത്തിൽ ഹിന്ദു സമൂഹം നേരിടുന്ന ചില യാഥാർത്ഥ്യങ്ങൾ. ഇന്നത്തെ കേരളം സാക്ഷരതയിലും ആരോഗ്യത്തിലും സാമൂഹിക മുന്നേറ്റത്തിലും മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം. എന്നാൽ ഈ മുന്നേറ്റങ്ങളുടെ മറവിൽ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തുറന്നു സംസാരിക്കാതെ പോകുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ് ഇന്ന് ഉയരുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ ഹിന്ദു സമൂഹം ഇന്ന് നേരിടുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇത് ആരെയും കുറ്റപ്പെടുത്താനല്ല, വൈരാഗ്യം വളർത്താനല്ല, പക്ഷേ സംഭാഷണം ആവശ്യമായ വിഷയങ്ങൾ എന്ന നിലയിൽ മാത്രം. ആദ്യമായി, സാമ്പത്തിക അസുരക്ഷ. കേരളത്തിലെ വലിയൊരു വിഭാഗം ഹിന്ദു കുടുംബങ്ങൾ ഇന്ന് താഴ്ന്ന മധ്യവർഗ ജീവിതം നയിക്കുന്നവരാണ്. ചെറുകിട കർഷകർ, ദിവസവേതന തൊഴിലാളികൾ, ചെറുകിട വ്യാപാരികൾ. അപ്രതീക്ഷിതമായ ഒരു രോഗമോ ഒരു അപകടമോ ഒരു ജോലി നഷ്ടമോ വന്നാൽ ഈ കുടുംബങ്ങൾ പെട്ടെന്ന് ആർത്തവരായ അവസ്ഥയിലേക്ക് തള്ളപ്പെടുന്നു. സഹായം ലഭിക്കേണ്ട സമയത്ത് അവർക്കായി ശബ്ദമുയർത്തുന്ന ഒരു ശക്തമായ സാമൂഹിക പിന്തുണ എവിടെയാണ്? രണ്ടാമതായി, വിദ്യാഭ്യാസ രംഗത്തെ പിന്നാക്കാവസ്ഥ. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ അവസരങ്ങൾ ഉണ്ടെങ്കിലും പല ഹിന്ദു കുടുംബങ്ങൾക്കും മക്കളെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അയക്കാൻ സാമ്പത്തികമായി കഴിയുന്നില്ല. ഫലമോ തലമുറകളായി ഒരേ തൊഴിൽ ചക്രത്തിൽ പെട്ടുപോകുന്ന അവസ്ഥ. വിദ്യാഭ്യാസം ശക്തിയാകേണ്ടിടത്ത് അത് കൈവിട്ടു പോകുന്നു. മൂന്നാമതായി, ക്ഷേത്രങ്ങളുടെയും വിശ്വാസങ്ങളുടെയും അവസ്ഥ. കേരളത്തിലെ ഹിന്ദു ക്ഷേത്രങ്ങൾ ഭരണകൂട നിയന്ത്രണത്തിലാണ്. ക്ഷേത്ര വരുമാനം സമൂഹത്തിന്റെ വിദ്യാഭ്യാസത്തിനോ സാമ്പത്തിക ഉന്നമനത്തിനോ പൂർണ്ണമായി ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന ചോദ്യം ഇന്നും നിലനിൽക്കുന്നു. അതേസമയം പല ക്ഷേത്രങ്ങളും പരിപാലനക്കുറവിൽ അവഗണിക്കപ്പെടുന്ന കാഴ്ചകളും നമ്മൾ കാണുന്നു. വിശ്വാസം ഒരു സമൂഹത്തിന്റെ ആത്മാവാണ്. ആ ആത്മാവിനെ ദുർബലമാക്കുമ്പോൾ സമൂഹവും ദുർബലമാകുന്നു. നാലാമതായി, സാംസ്കാരിക അപമാനം. ഹിന്ദു ആചാരങ്ങളും വിശ്വാസങ്ങളും പലപ്പോഴും പരിഹാസത്തിനും വളച്ചൊടിക്കലിനും ഇരയാകുന്നു. വിശ്വാസം ചോദ്യം ചെയ്യുന്നത് തെറ്റല്ല, പക്ഷേ ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തെ തുടർച്ചയായി അപമാനിക്കുന്നത് ആരോഗ്യകരമായ സാമൂഹിക ചർച്ചയല്ല. ഇത് മനസ്സിലേറ്റ മുറിവുകളാണ് സൃഷ്ടിക്കുന്നത്. അഞ്ചാമതായി, സംഘടനാപരമായ ദൗർബല്യം. മറ്റു സമൂഹങ്ങളെ അപേക്ഷിച്ച് ഹിന്ദു സമൂഹം പലപ്പോഴും ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തുന്നതിൽ പിന്നിലാണ്. വിഭജനം, അഭിപ്രായ വ്യത്യാസങ്ങൾ, ആന്തരിക തർക്കങ്ങൾ ഇവയെല്ലാം സാമൂഹിക ശക്തിയെ ക്ഷയിപ്പിക്കുന്നു. ഒറ്റക്കെട്ട് ഇല്ലെങ്കിൽ ആവശ്യങ്ങൾ കേൾക്കപ്പെടില്ല. ഇവയെല്ലാം പറഞ്ഞപ്പോൾ ഒരു ചോദ്യം ഉയരുന്നു. ഇതിന് പരിഹാരമില്ലേ? ഉണ്ട്. പരിഹാരം വൈരാഗ്യമല്ല, അക്രമമല്ല, വിഭജനമല്ല, ബോധവൽക്കരണമാണ്, വിദ്യാഭ്യാസമാണ്, സാമ്പത്തിക സ്വയംപര്യാപ്തതയാണ്, സാമൂഹിക ഐക്യമാണ്. ഹിന്ദു സമൂഹം സ്വയം ശക്തിപ്പെടണം, സ്വയം സഹായിക്കണം, സ്വന്തം കുട്ടികളുടെ ഭാവിയിൽ നിക്ഷേപിക്കണം. അതോടൊപ്പം മറ്റു സമൂഹങ്ങളോടൊപ്പം സൗഹൃദത്തോടെയും പരസ്പര ബഹുമാനത്തോടെയും ജീവിക്കണം. കേരളം എല്ലാവരുടെയും നാടാണ്. എന്നാൽ ഏതൊരു സമൂഹവും അദൃശ്യമായി പിന്നോട്ട് തള്ളപ്പെടരുത്. ഇത് ആരോപണമല്ല, ഇത് ഒരു ആത്മപരിശോധനയാണ്. നമുക്ക് സംഭാഷണം തുടരാം, നമുക്ക് പരിഹാരങ്ങൾ തേടാം. കാരണം ശക്തമായ സമൂഹങ്ങൾ മാത്രമാണ് ശക്തമായ ഒരു നാടിനെ നിർമ്മിക്കുന്നത്. ഇങ്ങനെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനായി നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.